മക്കളെ, അൻവര മിസ് ആണ്. അപ്പൊ എടാ 4ാം ക്ലാസ് എല്ലാം കഴിഞ്ഞ് 5ലേക്ക് എത്തി ഇങ്ങനെ നിൽക്കാല്ലേ, UP-ലേക്കൊക്കെ എത്തി. അപ്പൊ ഇത്തിരി കൂടി വലിയ എക്കാക്കന്മാരും ഇത്താത്തമാരും ഒക്കെ എല്ലാവരും ആയില്ലേ. അപ്പൊ എന്താ ഇത്തിരി കൂടി നമുക്ക് പഠിക്കാനുള്ളതൊക്കെ കൂടി ഇനി മിസ് പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഇംഗ്ലീഷിന്റെ കാര്യം ഇനി കുറേ കൂടി ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് ഇംഗ്ലീഷ് കുറേ കൂടി എന്ത് ചെയ്യണം, ബെറ്റർ ആയി പഠിക്കണം. പക്ഷെ ഞാൻ പലപ്പോഴും എല്ലാവരോടും ചോദിക്കും, എല്ലാവരും എന്നോട് പറയും ഇറ്റ്സ് എ ടഫ് ടാസ്ക്, ഇറ്റ് ഇസ് ലൈക്ക് എൻ അപ്ഹിൽ ബാറ്റിൽ. അല്ലെങ്കിൽ എല്ലാവരും എൻ്റെ അടുത്ത് പറയും ഇറ്റ്സ് ലൈക്ക് എ ഹാർഡ് നട്ട് ടു ക്രാക്ക്. അല്ലെങ്കിൽ എല്ലാവരുടെ അടുത്ത് പറയും ഇറ്റ്സ് ലൈക്ക് എ വാക്കിംഗ് ഓൺ ഐസ്. എന്താ ഇപ്പം ഈ മിസ് പറഞ്ഞ ഈ 3 ഇഡിയംസ്, അല്ലെങ്കിൽ മിസ് ഇവിടെ 3 പ്രയോഗങ്ങൾ പ്രയോഗിച്ചു അല്ലേ, അതിൻ്റെ അർത്ഥം എന്താണ്? അപ്ഹിൽ ബാറ്റിൽ, വാക്കിംഗ് ഓൺ ഐസ് ആൻഡ് എ ഹാർഡ് നട്ട് ടു ക്രാക്ക്. എന്താ ഇതിൻ്റെ അർത്ഥം? ഇതിൻ്റെ 3ൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഡിഫിക്കൽട്ട് എന്നാണ്, ബുദ്ധിമുട്ട് എന്നാണ്. പക്ഷെ അതൊരിക്കലും എന്തല്ല, ബുദ്ധിമുട്ടൊന്നുമല്ല. ഇതൊക്കെ നമ്മളിങ്ങനെ വളരെ ഫണ്ണിയായിട്ട് പഠിച്ചെടുക്കേണ്ട ഒരുപാട് പ്രയോഗങ്ങളുണ്ട്, ഇഡിയംസ് ഒക്കെ ഇംഗ്ലീഷിലുണ്ട്. ഇതേപോലെ രസകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഉടനെ എന്ത് ചെയ്യുക, നമ്മുടെ പ്രാണ ബാച്ച് പോലെ തന്നെ നമുക്ക് എന്തുണ്ട്, നമുക്ക് പൃഥ്വി ബാച്ച് ഉണ്ട് നമ്മുടെ 5ാം ക്ലാസ്സിലെ മക്കൾക്ക്. ഉടനെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഡയൽ ദ നമ്പർ, ഗെറ്റ് യുവർ അഡ്മിഷൻ. പെട്ടെന്ന് എന്ത് ചെയ്യുക, വിളിക്കാം. നിങ്ങൾക്കറിയാലോ നമ്മുടെ ആപ്പിൽ എന്തൊക്കെയുള്ളതെന്ന്. നമ്മുടെ ഡെയിലി ക്ലാസ്സസ് ഉണ്ട്, നമ്മുടെ ലൈവ് സെഷൻസ് ഉണ്ട്, നമ്മുടെ നോട്ട്സ് ഉണ്ട്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, നമുക്ക് എല്ലാ യൂണിറ്റ് കഴിയുമ്പോഴും പരീക്ഷയുണ്ട്, നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്. ഇതൊക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇനി നിങ്ങൾ എന്ത് ചെയ്ത് മടിച്ച് നിൽക്കരുത്. ഉടനെ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ജസ്റ്റ് ഡയൽ ദ നമ്പർ ആൻഡ് ക്രാക്ക് യുവർ സീറ്റ്സ്. ബൈ ബൈ.